ശഖാനി കണ്ടതില്ലിൻ ഉള്ളം മീറുന്ന നൊമ്പരം. മഴ മാറിയ റംസാൻ ആഘോഷത്തിലേക്ക് റിലീസുകളുടെ പെരുമഴ. മെമ്മറീസും നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമിയും പുള്ളിപ്പുലിയും പ്രേക്ഷകരിലെത്തി. കേരളത്തിൽ മാത്രം ആഘോഷമായി തലൈവ. പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടിയും എന്ന ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബനാണ് മുഖ്യവേഷത്തിൽ. നമിത പ്രമോദാണ് നായിക. വെള്ളിയാഴ്ച തിയേറ്ററുകളിലെത്തിയ കടൽ കടന്ന് ഒരു മാത്തുക്കുട്ടിയുടെ വിശേഷങ്ങളുമായി അലീഷയാണ് ഇന്ന് മ്യാവുവിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. അലീഷ, മ്യാവുവിലേക്ക് സ്വാഗതം. താങ്ക് യു. ചിത്രം തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് ആദ്യ പ്രതികരണങ്ങൾ? കടൽ കടന്നൊരു മാത്തുക്കുട്ടി ഒരു കംപ്ലീറ്റ് ഫാമിലി മൂവിയാണ്. സോ ഒരുപാടും നല്ല റെസ്പോൺസസ് ഫാമിലീസിൽ നിന്നും തന്നെയാണ് ലഭിക്കുന്നത്. ഒരു മധ്യ തിരുവിതാംകൂറിന്റെ ഭാഷയും സംസ്കാരവും ഒക്കെ വളരെ മനോഹരമായിട്ട് രഞ്ജിത്ത് സർ ഈ ഒരു മൂവിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് ദ പ്ലേസ് വെയർ ഐ ടു ബിലോങ്. ശരിക്കും ഒരു പെരുന്നാൾ സമ്മാനം തന്നെയാണ് കടൽ കടന്നൊരു മാത്തുക്കുട്ടി. തീർച്ചയായും അലീഷയെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമുണ്ടായി. രഞ്ജിത്തിന്റെ ചിത്രത്തിലൂടെ വരാൻ പറ്റി. സിനിമയിലേക്ക് ഒപ്പം മമ്മൂട്ടിക്കൊപ്പം മമ്മൂട്ടിയുടെ നായികയായി എത്താൻ പറ്റി. എന്ത് തോന്നുന്നു? ഒരുപാട് സന്തോഷം തോന്നുന്നു. ആൻഡ് ഐ ഷുഡ് സേ ഇറ്റ്സ് എൻ ഓണർ ടു ബി എ പാർട്ട് ഓഫ് ദിസ് ഫിലിം. കാരണം മമ്മൂക്ക, രഞ്ജിത്ത് സർ, ടു ഗ്രേറ്റ് ലെജൻഡ്സ്, അതോടൊപ്പം ഓഗസ്റ്റ് സിനിമാസിന്റെ ബാനറിൽ ഇറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് ഡെബ്യൂ എനിബഡി ക്യാൻ ഗെറ്റ്. ഒരുപാട് ഭാഗ്യമായിട്ട് കാണുന്നു. ഒരുപാട് സന്തോഷം തോന്നുന്നു. അലീഷയെ സംബന്ധിച്ച് മറ്റൊരു ഭാഗ്യം കൂടി ഉണ്ടായി. തിരുവല്ലയാണ് നാട്. സ്വന്തം നാടിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ചിത്രത്തിൽ തന്നെ അഭിനയിക്കാൻ പറ്റി. ആ നാടിന്റെ ഒരു ഭാഷ ഒക്കെ ഉപയോഗിക്കാൻ പറ്റി. എങ്ങനെയായിരുന്നു ആ ഒരു അഭിനയത്തിലെ ആ ഒരു അനുഭവം? തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റി. കാരണം എൻ്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ. സോ ആ ഒരു സംസാര ശൈലിയും ആ നാട്ടിലെ ആൾക്കാരുടെ പെരുമാറ്റവും ഒക്കെ എനിക്ക് ചെറുപ്പം മുതലേ കണ്ട് പരിചിതമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു റോളാണ്. മാത്രമല്ല റോസി എന്ന ടീച്ചറായ ഈ കഥാപാത്രം, അതും എൻ്റെ ഫാമിലിയിൽ ഒരുപാട് അധ്യാപകരുണ്ട്. മൈ മോം ഇസ് ഓൾസോ എ ടീച്ചർ. മാത്രമല്ല എന്നെ ലൈഫിൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരുപാട് ഗുരുക്കന്മാരുമുണ്ട്. സോ അങ്ങനെ ഒരു റോള് എനിക്ക് ഒരുപാട് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റിയതിന്റെ കാരണം തന്നെ ഇങ്ങനെ എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ്. തീർച്ചയായും മാത്തുക്കുട്ടിയിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണ്? മമ്മൂക്ക ത്രൂ ആണ് എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. അങ്ങനെ ഞാൻ രഞ്ജിത്ത് സാറിനെ വന്ന് മീറ്റ് ചെയ്യുകയും ഒരു 3-4 days ഞാനിങ്ങനെ ആങ്ഷ്യസ് ആയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അതിനുശേഷം രഞ്ജിത്ത് സാർ കോൾ മീ ആൻഡ് ടോൾഡ് ദാറ്റ് യു ആർ ഡൂയിങ് ദ റോൾ ഓഫ് റോസി. സോ അങ്ങനെയാണ് കടൽ കടന്നൊരു മാത്തുക്കുട്ടിയിലെ റോസി ആവുന്നത്. അലീഷ ഈ മേഖലയിൽ ഒരു പുതുമുഖമാണെന്ന് തന്നെ പറയാം. എങ്ങനെയായിരുന്നു മമ്മൂട്ടിയെ പോലെയുള്ള ഒരു ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആളുടെ കൂടെ അഭിനയിക്കുക, ഒപ്പം രഞ്ജിത്തിനെ പോലെയുള്ള വലിയൊരു സംവിധായകനൊപ്പം അഭിനയിക്കുക? എങ്ങനെയായിരുന്നു അവരിൽ നിന്നൊക്കെയുള്ള ആ ഒരു സഹകരണം? മമ്മൂക്കയുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് ശരിക്കും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ഇനീഷ്യൽ സീനിലൊക്കെ തന്നെ എനിക്ക് മാത്തുക്കുട്ടിയാണെന്ന് ഉൾക്കൊള്ളാൻ കുറച്ച് സമയമെടുത്തു. കാരണം മമ്മൂക്ക എന്നൊരു ഗ്രേറ്റ് ലെജൻഡ് എൻ്റെ അടുത്ത് നിൽക്കുന്ന ആ ഒരു ആങ്സൈറ്റിയും ടെൻഷനും ഒക്കെ ആയിരുന്നു. But he made everything so comfortable, and the way he explained things as to a newcomer was amazing. A big thanks to him for all his support. രഞ്ജിത്ത് സാർ ആണെങ്കിലും ഇത്രയും പ്രഗത്ഭനായ ഒരു ഡയറക്ടറിന്റെ കൂടെ ഡെബ്യൂ ചെയ്യാൻ പറ്റാന്ന് പറയുന്നത് തന്നെ ഒരുപാട് ഭാഗ്യമാണ്. ആൻഡ് ഹീസ് എ വെരി ഗുഡ് മെന്റർ. എനിക്ക് അധികമൊന്നും പ്രിപ്പറേഷൻസ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ആസ് ഐ ടോൾഡ് എവറിത്തിങ് ഹാപ്പൺ ടു മീ ഇൻ എ വീക്ക് ടൈം. പക്ഷേ രഞ്ജിത്ത് സാറിന്റെ ഒരു വേ ഓഫ് മേക്കിംഗ് തന്നെ ഡിഫറെന്റ് ആയിരുന്നു എന്ന് പറയാം. കാരണം ആ ക്യാരക്ടറിനെ നമ്മൾ ഒരുപാടൊന്നും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ സ്ക്രിപ്റ്റ് തരികയും അപ്പോൾ തന്നെ ബിഹേവ് ചെയ്യുകയും അതിലൊരുപാട് ഇംപ്രവൈസേഷൻസ് ഒക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഹിൽ ബ്രിങ്ങിങ് ദി ക്യാരക്ടർ ഫ്രം വിത്തിൻ us. സോ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് രഞ്ജിത്ത് സാറിന്റെ കൂടെ. ഈസ് എൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് തന്നെ പറയാം. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് സാറിന്റെ അടുത്ത് നിന്നും. അലീഷ, ചിത്രം തിയേറ്ററിൽ പോയി കണ്ടോ? എങ്ങനെയാണ് കുടുംബാംഗങ്ങളുടെയും മറ്റുള്ളവരുടെയും ഒക്കെ പ്രതികരണം? ഞാൻ പ്രിവ്യൂ കണ്ടിരുന്നില്ല. ഇന്നലെയാണ് ഞാനും ആദ്യമായിട്ട് ഫുൾ മൂവി തിയേറ്ററിൽ പോയി കാണുന്നത്. ശരിക്കും ആദ്യമായിട്ട് നമ്മൾ ബിഗ് സ്ക്രീനിൽ വെൻ വി സീ അവർ സെൽഫ് ശരിക്കും ഒരു ഡിഫറെന്റ് ഫീൽ തന്നെയാണ്. മൂവി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി വന്നപ്പോൾ ഒരുപാട് പേര് വന്ന് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. ഒരുപാട് സന്തോഷം തോന്നി. ചില പ്രേക്ഷകരൊക്കെ ഓരോരോ സീൻ പോലും എടുത്തു പറയുകയും സോങ്സ് ഇഷ്ടപ്പെട്ടെന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു എന്ന് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. അലീഷയെ സംബന്ധിച്ച് വലിയൊരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. ആയുർവേദ ഡോക്ടറാണ്. ഒപ്പം തന്നെ MBA MG യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറാണ്. എങ്ങനെയാണ് കലയോടുള്ള താല്പര്യം?
പഠനത്തോടൊപ്പം തന്നെ എനിക്ക് കലയോടുമൊക്കെ താല്പര്യമുണ്ടായിരുന്നു. സ്കൂളിലും കോളേജിലുമൊക്കെ ഞാൻ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനൊക്കെ പങ്കെടുക്കാറുള്ള ഒരാളായിരുന്നു. പിന്നെ എൻ്റെ ലൈഫിലെല്ലാം വളരെ യാദൃച്ഛികമായിട്ടാണ് നടക്കാറുള്ളത്. ഞാൻ ആയുർവേദ ഡോക്ടറിന് പഠിക്കുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല MBA ചെയ്യുമെന്ന്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് മൂവിയിൽ വരുന്നതും ഒരു യാദൃച്ഛികമായിട്ട് എനിക്കൊരു സർപ്രൈസ് തന്നെയായിരുന്നു. തീർച്ചയായും ഒപ്പം ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കടൽ കടന്ന ആദ്യ ചിത്രം തന്നെ നല്ല അഭിപ്രായം നേടിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പുതിയ ചിത്രങ്ങൾ, ഓഫറുകൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ഞാൻ പറഞ്ഞതുപോലെ കടൽ കടന്നൊരു മാത്തുക്കുട്ടി എൻ്റെ ലൈഫിൽ പെട്ടെന്ന് സംഭവിച്ചൊരു ഭാഗ്യമാണ്. പക്ഷേ ഇത്രയും നല്ലൊരു ടീം, റോസി എന്ന ഇത്രയും നല്ലൊരു കഥാപാത്രം, ഐ എം സോ ഹാപ്പി അബൌട്ട് ഡൂയിങ് ദാറ്റ്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിലോട്ടൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഫുൾ-ഓണായിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു തീരുമാനം ഞാൻ എടുത്തിട്ടില്ല. സോ ഐ ഹാവൻ കമ്മിറ്റഡ് എനിത്തിങ് സോ ഫാർ. അതുപോലെ തന്നെ മോഹൻലാൽ, ദിലീപ് തുടങ്ങിയ വലിയൊരു താരനിര തന്നെ ചിത്രത്തിലെത്തിയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഇവരും ഒക്കെ ഒത്തുള്ള ഒരു അനുഭവം? ശരിയാണ്, വലിയൊരു താരനിര തന്നെയുണ്ട് ഈ മൂവിയിൽ. മമ്മൂക്ക, ലാലേട്ടൻ, ദിലീപേട്ടൻ എല്ലാവരെയും ഒന്നിച്ച് കാണാം ഈ ഒരു ഫിലിം കാണുമ്പോൾ. എനിക്ക് അവരുമായിട്ട് കോമ്പിനേഷൻ സീൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഫിലിം കണ്ടപ്പോൾ അവരുടെ ആ ഒരു പ്രസൻസ് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു. എൻ്റെ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ഡെപ്നെസ്സും എല്ലാം എനിക്ക് എൻ്റെ മൂവി കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത്. മാത്തുക്കുട്ടി ഇനിയും കാണാത്ത പ്രേക്ഷകനോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും ഇതൊരു ഫാമിലി എൻ്റർടൈനർ ആണ്. ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കാണാൻ പറ്റിയ, കാണേണ്ട ഒരു ഫിലിം തന്നെയാണ്. ഒരു ന്യൂ ജനറേഷൻ മൂവി അല്ല, പക്ഷേ നമ്മൾ ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഫിലിമിലുണ്ട്. രഞ്ജിത്ത് സർ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം വളരെ രസകരമായ രീതിയിൽ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സറ്റയർ എന്ന് തന്നെ പറയാം നമ്മുടെ നാടിൻ്റെ. സോ ഈ ഒരു ഫിലിം ഡെഫിനറ്റ്ലി മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫിലിം തന്നെയാണ്. എല്ലാവരും ഇത് പോയി വാച്ച് ചെയ്യണം എന്ന് തന്നെയാണ്. സിനിമയിൽ അലീഷയുടെ മറ്റാഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളൊന്നുമില്ല. പുതിയ പ്രൊജക്റ്റുകൾ ഏതെങ്കിലും വന്നിട്ടുണ്ടോ? ഞാൻ ഇതുവരെ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. തീർച്ചയായും കടൽ കടന്ന മാത്തുക്കുട്ടി നല്ല അഭിപ്രായം തേടി പോവുകയാണ്. ഒപ്പം അലീഷയുടെ കഥാപാത്രത്തിന് മികച്ച അഭിപ്രായം ലഭിക്കുകയാണ്. മ്യാവിൽ അതിഥിയായി എത്തിയതിന് നന്ദി. താങ്ക്സ് എ ലോട്ട്. മ്യാവിൽ ഇടവേള.